നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മുണ്ടൻകാവ് സന്തോഷ് ടാക്കീസിൻ്റെ മുന്നിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മളെ പഴയ രീതിയിലെ ഒരു തിയേറ്റർ അത് പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ ബാക്കിൽ കാണുന്നത്. അതിൻ്റെ വിഷ്വൽസാണ് നമ്മൾ ബാക്കിൽ കാണുന്നത്. ഇത് പണ്ടത്തെ കാലത്തെ ഒരു ഫേമസ് തിയേറ്റർ ഉണ്ടായിരുന്നു. ഇത് പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് നിങ്ങൾ കാണുന്നത്. സന്തോഷ് ടാക്കീസ് ഉണ്ടോ, മുണ്ടൻകാവ് എന്നാണ് ഇരിക്കുന്നത്. ഇത് ഓലമേഞ്ഞാണ് ഇവർ അന്ന് സിനിമകൾ പ്രദർശിപ്പിച്ചിരുന്നത്. അതിൻ്റെ പണ്ട് ആൾക്കാർ സിനിമ പ്രദർശനമുണ്ട് എന്ന് എങ്ങനെ അറിയിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു. പണ്ട് കാളവണ്ടിയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഫിലിംസൊക്കെ കൊണ്ടുവന്നിരുന്നത് ഇതിലാണ്. അങ്ങനെയാണ് നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. ഇവിടെ സിനിമാ പ്രദർശനം ഉണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിലൂടെയാണ്. ഇതിൽ അവർ വിളംബരം ചെയ്യുകയായിരുന്നു, നാട്ടുകാരെ അങ്ങനെ അറിയിച്ചിരുന്നു. അപ്പോൾ ഇതിൽ അവർ സിനിമ പെട്ടി ഉണ്ടായിരുന്നു. സിനിമ പെട്ടിയിലായിരുന്നു കൊണ്ടുവരുന്നത്. സിനിമ പെട്ടി നമുക്കിവിടെ കാണാൻ സാധിക്കും. പണ്ടത്തെ ഒരു സിനിമാ പെട്ടിയുടെ ഒരു ബോക്സാണിത്. ഉണ്ടോ, പാർവി നിലയം, ഓളവും തീരും അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്ത് പെട്ടിയത്? ഫിലിം കൊണ്ടിരുന്ന പെട്ടിയായിരുന്നു. പിന്നെ ഇതിൽ ഇവിടെ അടിക്കാൻ തോന്നുന്നു, ഇവിടെയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പ്രൊജക്ടറൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടെയാണെന്ന് തോന്നുന്നു. പിന്നെ പ്രത്യേകം കാണിക്കാം, അന്നത്തെ ടിക്കറ്റ് കൗണ്ടറുകളാണ് ഇത്. ഇവിടെയാണ്, ഇങ്ങനെ ആയിരുന്നു അന്ന് സിനിമകൾ ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നത്, ഇങ്ങനെയായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും 2 ടിക്കറ്റ് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു ഇന്നത്തെ കളിയല്ലേ ഇന്നത്തെ ഫേമസ് ഫേമസ് പടം ഏത്? ആരവമാണ് ഫേമസ് പടമാണ്. ഭരതൻ്റെ ആരവമാണ് ഇന്നത്തെ പ്രധാന 3:30-ക്കാണ് ഇന്നത്തെ ദിവസം 3:30-ക്കാണ് പ്രദർശിപ്പിക്കുന്നത്. പിന്നെ ഇത് മലയാള സിനിമയുടെ വസന്തകാലം കാണിക്കാൻ വേണ്ടി പ്രദർശിപ്പിക്കുന്നതാണ്. ഇത് 26 മുതൽ നവംബർ 3 വരെ ഇവിടെ പ്രദർശിപ്പിക്കുന്നതാണ്. ചെങ്ങന്നൂർ പെരുമയുടെ ഭാഗമായിട്ടാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ശില്പം നിങ്ങൾ കാണാം. പിന്നെ അത് പണ്ട് കാലത്ത് മൂത്രപ്പുരയായിരുന്നു ആ ഭാഗത്ത്. ഇത് പ്രൊജക്ടർ ഇവിടെയാണ് വെക്കുന്നത്. ഈ സ്ക്രീൻ ഉണ്ട്. ഈ സ്ക്രീനിൽ കൂടെ നമുക്ക് ഇന്നത്തെ പടങ്ങൾ കാണാം. ഇതിപ്പം കുറച്ച് ഒരു പഴയ രീതി പുനഃസൃഷ്ടിച്ചപ്പോൾ തന്നെ രസമാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നാടൻ കടകളും മുറുക്കാൻ പിടിയും പുസ്തകക്കടയും വർത്തമാനത്തട്ടും പഴയകാല സിനിമാ ഉപകരണങ്ങളുടെ ഒരു പ്രദർശനം ഇവിടെയുണ്ട്. പഴയകാല സിനിമാ ഉപകരണങ്ങളുടെ പ്രദർശനവും ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ മെയിൻലി കേരള ചലച്ചിത്ര അക്കാദമിയും ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുമാണ് ചേർന്നാണ് ഈ കൊട്ടക നടത്തുന്നത്. നമ്മൾ ഈ തിയേറ്ററിനെ പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത് കൊട്ടക എന്നായിരുന്നു. പിന്നെ ഇത് നടത്തിയിരുന്നത് പിന്നെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇത് ഇതിൻ്റെ കണ്ടോ ഓലമേഞ്ഞാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ പണ്ടുകാലത്തെ പ്രൊജക്ടറിൻ്റെ ഒരു മോഡലാണ് ഇത് കാണുന്നത്. പപ്പയ്ക്ക് എന്താണ് പണ്ടത്തെ സന്തോഷ് ടാക്കീസിൽ നിന്ന് അനുഭവങ്ങൾ എന്തുവാ? പണ്ടത്തെ സന്തോഷ് ടാക്കീസിൽ പപ്പയ്ക്കുണ്ട അനുഭവം എന്തുവായിരുന്നു? ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ സിനിമ കാണാൻ വന്നിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ ഇപ്പോൾ കാണുന്നത്. പിന്നെ തിയേറ്ററിനകത്ത് കയറി നോക്കിയപ്പോൾ അതേ ആ രീതിയിൽ തന്നെ ചാരുവഞ്ചും അന്നത്തെ കസേരയും ഒക്കെ കാണാൻ സാധിച്ചു. എന്തെങ്കിലും പ്രത്യേകതകൾ പറയാം ഇതിൻ്റെ അകത്തെ? പഴയ തിയേറ്ററും പുതിയ തിയേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്ത് വ്യത്യാസമാണ്? എ സി ഇല്ല. പിന്നെ ചൂട് സഹിച്ചാൽ പണ്ട് സിനിമ കണ്ടുകൊണ്ടിരുന്നത് വേർത്ത് വിളിച്ചാൽ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ പുതിയ തിയേറ്ററിൽ എ സി ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ വന്നപ്പം ഈ പണ്ട് സിനിമ ഉണ്ടെന്ന് അറിയുന്നത് കാളവണ്ടിയിൽ ചെണ്ട വെച്ച് അടിച്ച് ഈ ഏരിയ മുഴുവൻ നടക്കും. ആ കാളവണ്ടി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അന്ന് മൈക്കൊന്നും ഇല്ലായിരുന്നു.
ഇങ്ങനെയാണ് അറിയുന്നത്. ഈ എല്ലാ വാർഡുകളിലും ഈ കാളവണ്ടി നടക്കും, ചെണ്ട പൊട്ടി. അങ്ങനെയാണ് ജനങ്ങൾ അറിയുന്നത് ഇവിടെ ഇന്ന സിനിമയാണ് പ്രദർശിപ്പിക്കുന്നത്. പിന്നെ ഞാൻ ചോദിക്കായിരുന്നത് അന്നത്തെ ഫേമസ് പടം ഏതായിരുന്നു? പപ്പ കണ്ടിരുന്ന ഫേമസ് പടം പപ്പടം ഓർമ്മയില്ല? ചെമ്മീനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ചെമ്മീൻ വന്നിട്ടുണ്ട്. അവാർഡ് പിന്നെ നർമാല്യം വീണ്ടും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അന്ന് നസീർ സാറിന്റെ പടങ്ങൾ കൂടുതൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നസീറിന്റെ പടം വരുമ്പോൾ സ്ത്രീകൾ കൂടുതലായിട്ട് ഒന്ന് കാണുന്നുണ്ടായിരുന്നു. നസീറിന്റെ ഫാൻസ് നസീറിന്റെ ഫാനായിരുന്നു. ഉണ്ടായിരുന്നു. ഷീലയുടെ ഒക്കെ അഭിനയം ഫേമസ് ആയിരുന്നു. ചെമ്മീനിലെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറല്ലേ, ഒരു ഫേമസ് പോലീസിലൊക്കെ ഉള്ള പുള്ളിയുടെ പേര് ഫേമസ് ഒരാളല്ലായിരുന്നു സിനിമയിൽ വന്നു? സത്യന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? അന്ന് മികച്ചതല്ലായിരുന്നു, നല്ല അഭിനയമായിരുന്നു. സത്യനും നസീറുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്തായിരുന്നു? നസീറിന്റെ ഒരു മരം ചുറ്റിപ്പുറം എന്ന് പറയാം ഒരു രീതിയായിരുന്നു. പിന്നെ സത്യം കുറച്ചുകൂടെ സീരിയസ് വേഷങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഇതായിരുന്നു അപ്പടെ ഓർമ്മ. അപ്പോൾ ഓക്കെ ഞാൻ എന്നാൽ വ്യത്യസ്തമായ കാഴ്ചകളുമായി ഞാൻ പിന്നെയും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ടാക്കീസിൻ്റെ വിഷ്വൽസ് കണ്ടല്ലോ. എന്നാൽ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾ നോക്കുക. ഞാൻ അടുത്ത വിഷയവുമായി വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ട് എത്തുന്നതാണ്. ഓക്കെ ദെൻ ബൈ.